ഓരോ ദിവസവും പിന്നിടുമ്പോൾ നമ്മൾ നമ്മുടെ നാഥൻ്റെ സന്നിധിയിലേക്ക്, നമ്മുടെ നാടിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം. ആമേൻ. കൂടെ നടക്കുന്നവൻ ഒരു ദിവസം എടുക്കപ്പെടും. സ്തോത്രം. കൂടെ നടന്നവനെ ദൈവം എടുത്തു. ആരും കണ്ടില്ല. ഇതേ അനുഭവമാണ് നമുക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവത്തിൽ നിന്നുള്ള അകലമൊക്കെ വളരെ കുറയും. ദൈവത്തിൽ നിന്നുള്ള അടുപ്പം ഒക്കെ കുറയും. സ്തോത്രം. അകൽച്ച കൂടും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാനുഭവവും നമ്മുടെ ആത്മീക അനുഭവത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ആത്മീകമായി നമ്മളൊരു മന്ന നിലയിലൊക്കെയാണ് പോകുന്നെങ്കിൽ ദൈവത്തോടുള്ള അടുപ്പം കുറയുകയാണ്. സ്തോത്രം. ദൈവത്തോട് അടുത്ത് നടക്കുമ്പം നമുക്ക് ദൈവഭയം, ഭക്തി, ബഹുമാനം, ആരാധന, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത എല്ലാം ദൈവികമായിരിക്കും. സ്തോത്രം. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നാലോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് അടുത്തിരുന്നപ്പോൾ പറഞ്ഞു, സ്തോത്രം, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വെച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും ഞാൻ തയ്യാറാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അകലം വിട്ട് സഞ്ചരിച്ചപ്പോൾ പത്രോസ് തൻ്റെ അതേ അധരം കൊണ്ട് പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവനെ അറിയുന്നില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഈ അന്ത്യകാലത്ത് ദൈവമായുള്ള നമ്മുടെ ബന്ധം കുറയരുത്. സ്തോത്രം. പ്രൈസ്. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത്. പ്രൈസ്. ലോകത്തിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം, ലോകത്തിൽ നമുക്ക് ജോലി വേണം, ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സാമ്പത്തികം വേണം, എല്ലാം ആവശ്യമാണ്. പക്ഷേ നമ്മൾ അതിനു വേണ്ടിയല്ല ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. എൻ്റെ പഠനം പൂർത്തിയാകുമെന്ന് നമുക്കാർക്കും ഒരു വിശ്വാസമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ പ്രതീക്ഷിക്കുന്നതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഏക പ്രതീക്ഷ, എനിക്ക് ദൈവരാജ്യം നഷ്ടമാകരുത്, എൻ്റെ നിത്യത എനിക്ക് നഷ്ടമാകരുത്. അതാണ് നമ്മുടെ ആമേൻ എല്ലാവരുടെയും ഏക പ്രത്യാശയും പ്രതീക്ഷയും. അതിനായിട്ട് കർത്താവ് നമ്മെ ഈ ആരാധനയിലും നമ്മെ അതിനു വേണ്ടി ഒരുക്കട്ടെ. നമ്മൾ വായിച്ച ദൈവവചനത്തിലേക്ക് വേഗം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 12 മണിയാകുമ്പോൾ ഇന്നത്തെ ആരാധന അവസാനിപ്പിക്കണമല്ലോ. പ്രൈസ് ദി ലോർഡ്. 34-ാമത്തെ സങ്കീർത്തനത്തിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 16-ാമത്തെ വാക്യം. ദുഷ്പ്രവർത്തിക്കാരെ ഈ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരെ ഈ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയാൻ എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവർത്തിക്കാരെ ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒരു പാപി പോലും തൻ്റെ പാപത്തിൽ ഒരു ദിവസം പോലും ജീവിക്കരുതെന്നാണ് ദൈവത്തിന് ഇഷ്ടം. കാരണം അത്രയും ശിക്ഷാപതി തനിക്ക് കൂടുകയാണ്. അതുകൊണ്ട് ദുഷ്പ്രവർത്തിക്കാരെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയുവാൻ, ആമേൻ, ഹല്ലേലൂയ, യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. സ്തോത്രം. എന്നാൽ അടുത്തൊരു വാക്യം നമ്മൾ വായിക്കുന്നത് 12-ാമത്തെ വാക്യമാണ്. ഒരു കൂട്ടർ ജീവിക്കേണ്ടെന്നും ഒരു കൂട്ടർ ജീവിക്കണമെന്നും.
സ്തോത്രം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആര്? സ്തോത്രം. അപ്പൊ ഒരു കൂട്ടരെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയാനും ഒരു കൂട്ടർക്ക് ദീർഘായുസ് നൽകാനും ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതേസമയം ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രാർത്ഥന കർത്താവ് എന്ത് ചെയ്യും? കേൾക്കും. അവനെൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ വചനം നമ്മൾ അല്പസമയം ധ്യാനിക്കാൻ പോവുകയാണ്. സ്തോത്രം. ആരാണ് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ? ജീവിക്കുക മാത്രമല്ല, ദീർഘായുസ്സ് ഇച്ഛിക്കാത്തവരാരാണ്? ദീർഘായുസ്സ്. സ്തോത്രം. മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ഹോസ്പിറ്റൽ വന്നത്. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. അപ്പോൾ ആ ഒരു ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ജീവനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ജീവനെ ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്തോ ജീവനെ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കേട്ടോ. എനിക്ക് ജീവിക്കണം, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ രാജ്യത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സൊസൈറ്റിയിൽ, എൻ്റെ സഭയിൽ, എൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ എനിക്ക് എന്ത് ചെയ്യണം? ജീവിക്കണം. എനിക്ക് ജീവിക്കണം. അതാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ആ ജീവിക്കാനുള്ള ബദ്ധപ്പാടാണ് ഇന്ന് മുഴുവൻ കാണുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിൽ പലരും തോറ്റുപോകുന്നുണ്ട്. ജീവിക്കുന്നതിൽ പലരും മരിക്കുന്നില്ല, പക്ഷെ ജീവിക്കുന്നുണ്ട്, അതിൽ തോറ്റുപോകുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. സ്തോത്രം. പക്ഷെ ഈ വചനത്തിനകത്ത് ചോദിക്കുന്ന ചോദ്യം, ജീവനെ ആഗ്രഹിക്കുകയും ആ ജീവിക്കുമ്പോൾ തന്നെ എങ്ങനെ ജീവിക്കുകയല്ല, നന്മ കാണണം. ആ ജീവിതത്തിൽ ചില നന്മകൾ കാണണം. ജീവിച്ചാൽ മാത്രം പോരാ, നന്മകൾ കാണണം. അടുത്തത് ദീർഘായുസ്. നന്മകൾ കാണേണ്ടതിന്, നന്മ ചില ഒരുപക്ഷെ ഇന്നോ നാളെയോ കാണത്തില്ല. നന്മ കാണണമെങ്കിൽ എന്ത് വേണം? ദീർഘായുസ് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നന്മ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദീർഘായുസ് വേണം. ദീർഘായുസ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ മരിക്കരുത്, ഞാൻ നന്മ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നന്മ കാണേണ്ടതിന് എനിക്ക് എന്ത് വേണം? ദീർഘായുസ് വേണം. ദീർഘായുസ് വേണം. ദീർഘായുസ് വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നിട്ട് നമ്മൾ പറയാറുണ്ട് മതി എന്നല്ലേ. ജീവിതത്തിൽ മതിയെന്ന് പറയാത്തവരാരും ഇവിടെ ഇല്ല. ഏതെങ്കിലും ബുദ്ധിമുട്ടിൻ്റെ മുമ്പിൽ ജീവിതം മടുത്തു എന്ന് പറഞ്ഞവരുണ്ട്. എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ്. സ്തോത്രം. വളർന്നു വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾ ഒഴികെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഓരോ പ്രിയപ്പെട്ടവരും ഒരു ദിവസമെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, മടുത്തു, മതി ദൈവമേ, മതി, മരിച്ചാൽ മതി എന്ന മരണം എന്ന ഒരു പദം വായിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കൈപ്പേറിയ അനുഭവത്തിന് നടുവിലും ജീവിച്ച് കൊതി തീർന്നിട്ടല്ല, നന്മ കിട്ടിയിട്ടുമല്ല, പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിൽ
പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ പറയുന്നതാണ്, മതി യഹോവേ മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭക്തനായ ഏലിയാവ് എത്ര അഭിഷിക്തനാ. ഇസബേൽ പറഞ്ഞു, നാളെ എൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്റെ പ്രാണനെ ഞാൻ എടുക്കും. ആ ശബ്ദത്തിന്റെ മുൻപിൽ ഏലിയാവ് പകച്ചു പോയിട്ട് ദൈവത്തോട് പറയുകയാണ്, ചൂരച്ചയുടെ കീഴെ കയറിട്ട് പറയുകയാണ്, മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുക്കണം. ഏലിയാവേ, നിനക്ക് നന്മ കാണണ്ടേ? നിന്നോടുള്ള വാഗ്ദത്തം നിനക്ക് പ്രാപിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. സ്തോത്രം. ഏലിയാ പറയുകയാണ്, മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്നതിന്റെ നടുവിൽ ജീവിതത്തിന്റെ മധ്യത്തിൽ ഒരു നന്മ കാണാതെ, സ്തോത്രം, ജീവിതം മടുത്തിട്ട് തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ നിന്നെ തട്ടി ഉണർത്തുന്നതാണ് ഇന്നത്തെ ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 കാര്യമാണ് ഈ വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിച്ചത്. ഒന്ന്, നീ ജീവിക്കണം. 2, നന്മ കാണാൻ വേണ്ടി ജീവിക്കണം. നിന്റെ സ്ഥിതി മാറുന്നത് നീ കാണാൻ വേണ്ടി ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല. സ്തോത്രം. ആമേൻ. 3, അതിനു വേണ്ടി നിനക്ക് എന്ത് വേണം? ദീർഘായുസ് വേണം. നീ ആയിട്ട് ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആയിട്ട് ജീവിതത്തെ വെട്ടിച്ചുരുക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദീർഘായുസ് വേണം. പ്രൈസ് ദി ലോർഡ്. ഈ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഇന്ന് പകൽക്കാലത്തെ ഈ വചനത്താൽ വെട്ടിമാറ്റപ്പെടുകയാണ്. നിന്റെ കുടുംബത്തിനകത്തും നീ സഞ്ചരിക്കുന്ന വഴികളിലും നിന്നെ നശിപ്പിച്ച് കളയത്തക്കവണ്ണം ജീവിതത്തെ കൈപ്പാക്കി മാറ്റിയിട്ട് മരണത്തെ പൂകാൻ, മരണത്തെ പുൽകാൻ, മരണത്തെ പ്രാപിക്കാൻ മരണത്തിന്റെ അധികാരിയായ പിശാച് വട്ടം കൂട്ടുന്ന അവന്റെ സകല തന്ത്രങ്ങളെ ഈ വചനത്താൽ ഇന്ന് പകൽക്കാലം ഞാൻ വെട്ടുന്നു. ഹല്ലേലൂയ. എത്ര തളർന്നാലും ദൈവം പറയത്തില്ല നീ മരിക്കണമെന്ന്. നീ മരിക്കുമെന്ന് ദൈവം ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവന്റെ വിശ്വാസം ഒന്ന് പരിശോധിക്കാൻ കൂടിയായിരുന്നു. സ്തോത്രം. ദൈവം ആരോടും പറയുന്നില്ല നീ മരിക്കുമെന്ന്. നാറ്റം വെച്ച കേസും കർത്താവ് പറഞ്ഞതാ, ജീവിക്കുമെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാറ്റം വെച്ച ലാസറും ജീവിക്കുമെന്നാ കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നെടുത്ത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ വേഗം ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 16:4. നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൊക്കൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടുപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല, നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. സ്തോത്രം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയാണ് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു മേഖല. 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ സൂക്ഷിച്ച് ആ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നവും ദൈവത്തിന്റെ പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയാത്ത നിലയിൽ ആ കുഞ്ഞിന് ലഭിക്കേണ്ടത് ഒരു ആനുകൂല്യം ലഭിച്ചില്ലെന്ന്, ഒരു കണ്ണിനും ഒരു ഹൃദയത്തിനും തോന്നിയിട്ടില്ല നീ ജീവിക്കണമെന്ന്. നീ ജീവിക്കണമെന്ന് ആർക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അവർ നിന്നെ എന്ത് ചെയ്തെന്നാ വായിച്ചത്? നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിം പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. വെളിം പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. എന്നാൽ 6-ാം വാക്യം, എന്നാൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ നിന്റെ ദൈവം നിന്റെ സമീപത്തുകൂടി
കടന്നു പോകുമ്പോൾ പ്രതിസന്ധിയിൽ കിടക്കുന്നത് കണ്ട് സ്തോത്രം. അസാധ്യങ്ങളുടെ നടുവിലാണ് നീ കിടക്കുന്നതെങ്കിലും, ഒരു നന്മ കാണാനും നിനക്ക് കഴിവില്ലെങ്കിലും, നിന്റെ സമീപത്തൂടെ പോയ നിന്റെ ദൈവം പറഞ്ഞു നീ രക്തത്തിലാ കിടക്കുന്നതെങ്കിലും, അമ്മേ നീ മരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടെങ്കിലും ദൈവം ഒരു കൽപ്പന കൽപ്പിച്ചു, നീ ജീവിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ഈ ശബ്ദം കേൾക്കുമ്പോഴും അമ്മേ ദൈവാത്മാവ് പറയുക, മരണത്തിന്റെ പാശങ്ങൾ നിന്നെ പിടിച്ചു കേട്ടോ, പാതാള വേദനകൾ നിന്നെ പിടിച്ചു. ഹല്ലേലൂയ. നീ ഒത്തിരി കഷ്ടം അനുഭവിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം ജീവിക്കാൻ കാരണം യഹോവയുടെ ശബ്ദമാ, നീ ജീവിക്കണം. സ്തോത്രം. കഴിക്കുന്ന ആഹാരത്തിൻ്റെയും കുടിക്കുന്ന പാനീയത്തിൻ്റെയും കഴിക്കുന്ന മരുന്നിൻ്റെയും ശക്തി കൊണ്ടല്ല നീ ജീവിക്കുന്നത്. ഒരു കൽപ്പന മുഴങ്ങി നീ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണത്തിന്റെ അധികാരിയായ പിശാചാണ് ആ ശബ്ദം കേട്ടത്, ഈ മകൻ ജീവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നീ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ജീവിക്കണം. നിന്നെ കയറി പിടിച്ചതേ ചെറിയ കരവൊന്നുമല്ലായിരുന്നു. നിന്നെ എത്തിപ്പിടിച്ച വള്ളി ചെറുതല്ലായിരുന്നു. പിടിച്ചാൽ നിന്നെ കൊണ്ടേ പോകൂ. മരണത്തിന്റെ കയറാ നിന്നെ പിടിച്ചത്. നിന്നെ പിടിച്ച രോഗം ചെറുതല്ലായിരുന്നു, വലുതായിരുന്നു. എന്നാൽ ആ മരണത്തിന്റെ സമീപത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടന്ന നിന്നോട് ഒരു ശബ്ദം മുഴങ്ങി, നീ ജീവിക്കണം. യഹോവയുടെ ശബ്ദം, ദൈവ ശബ്ദം ഇന്ന് പലകാലം മുഴങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ മരണത്തിന് വിരോധമായി, മരണത്തിന് എതിരെ, അന്ധകാര ശക്തിക്കെതിരെ, പൈശാചിക ശക്തിക്കെതിരെ ഇന്ന് പകൽക്കാലം ഒരു ശബ്ദം മുഴങ്ങുക, നീ ജീവിക്കണം. ഹല്ലേലൂയ. എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എന്തിനാ കർത്താവേ ഞാൻ ജീവിക്കുന്നത്? ഒത്തിരി പേര് പറഞ്ഞതാ, ആ അനർത്ഥം വന്നപ്പം ഞാനും കൂടി അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ, എന്തിനാ എന്നെ ശേഷിപ്പിച്ചത്, എനിക്കെന്തിനാ ജീവൻ തന്നത്? ഹല്ലേലൂയ. ഇന്ന് ശരിക്കും എനിക്ക് വേണ്ടി പണിത ശവപ്പെട്ടി വേറെ ആരൊക്കെ അതിനകത്ത് കയറിപ്പോയി. എന്തിനാ കർത്താവ് എന്നെ ഇന്നിവിടെ നിർത്തിയത്? പ്രൈസ് ദി ലോർഡ്. ആത്മഹത്യ ചെയ്തവരുടെ ലിസ്റ്റിൽ ഞാനും പെടേണ്ടതാ. എന്നാൽ ആ ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്താതെ ഇന്നും എന്തിനാ എന്നെ ജീവനോടെ നിർത്തിയത്? ഹല്ലേലൂയ. അനേകർ പൂഴിയിലേക്ക് ഇറങ്ങിപ്പോയി, കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി. ഈ ആരാധന മധ്യത്തിൽ എന്നെ ഇരുത്തിയത് എന്തിനാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് ചോദിക്ക്. കർത്താവേ, എന്തിനാ എന്നെ ജീവിപ്പിച്ചത്? ഹല്ലേലൂയ. വേഗത്തിൽ ചില കാര്യങ്ങൾ പറയും, എന്തിനാ നിന്നെ ജീവിപ്പിച്ചെന്ന്. എന്തിനാ ജീവിപ്പിച്ചത്? ഇന്നും പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ട് മരിക്കാൻ കൊതിച്ചിട്ട് എന്താ മരിക്കാൻ പറ്റാതെ നീ ജീവിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 11:26. യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 26-ാം വാക്യം. ജീവിച്ചിരുന്ന എന്നിൽ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും
ആരും ഒരു നാളും മരിക്കുകയില്ല. ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. എന്തിനാ ചിരിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പം വേണം യേശുവിനെ വിശ്വസിക്കാൻ. കേട്ടോ, ഈ ഭൂമിയിലെ ഒരു വലിയ നന്മ കണ്ടില്ലെങ്കിലും എനിക്ക് ജീവൻ തന്നത് എന്നറിയാവോ? യേശുവിനെ വിശ്വസിക്കാനാ. യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിച്ചിരുന്നാലേ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണം യേശുവിനെ വിശ്വസിക്കാൻ. ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണം പാപമോചനം പ്രാപിപ്പാൻ. ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ. ജീവിച്ചിരിക്കുമ്പോൾ വേണം നീ ദൈവത്തിന്റെ മകനും മകളുമായി മാറാൻ. ജീവിച്ചിരിക്കും വേണം നീ ദൈവത്തിന് പ്രയോജനപ്പെടാൻ. ആമേൻ. ജീവിച്ചിരിക്കും വേണം നീ ദൈവത്തെ സ്തുതിക്കാൻ. മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. സ്തോത്രം. എന്തിനാ ജീവിക്കണം എന്ന് പറഞ്ഞത്? നീ ദൈവത്തിൽ വിശ്വസിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് മരിച്ചു പോയായിരുന്നെങ്കിലോ? അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ചെന്നേ വന്നാരമാതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരമാതിൽ. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലത്തില്ല, ഞാൻ നരകത്തിൽ ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് എന്റെ ആയുസ്സിൽ ഇത് നീട്ടിയെന്നറിയാമോ? കർത്താവിനെ വിശ്വസിക്കാനാണ്. ആ ഭാര്യ ലഭിച്ചു വരുന്ന ദൈവത്തെ ശ്രദ്ധിക്കാമോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കാനാണ്. അതുകൊണ്ട് ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരൊക്കെ ദൈവത്തെ വിശ്വസിക്കും. അല്ലാത്തതിനുള്ള വിശ്വാസം വളരെ വ്യത്യാസമുണ്ട്. 38 വർഷം ഒറ്റരയിൽ കിടന്ന മനുഷ്യൻ 38 വർഷത്തിന് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചെടുന്നുണ്ടായത്. ആ രോഗത്തോടുകൂടെ നീ എന്നാ മരിച്ചുപോയെന്ന് അറിയാവോ? നീ ദൈവത്തെ വിശ്വസിക്കണം. നിന്നെ കിടത്തിയ കട്ടില് എടുത്തോണ്ട് നടത്തുന്ന ഒരു ദൈവം നിന്നെ കൊണ്ടെന്ന് നീ വിശ്വസിക്കണം. 12 വർഷം രക്തസ്രാവ് എന്ന രോഗത്താൽ പിടിക്കപ്പെട്ട സഹോദരി 12 വർഷവും അവരെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡിലും തീർന്നു പോകണമായിരുന്നു. 12 വർഷവും ശരീരത്തിലെ രക്തം മുഴുവൻ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ജീവിക്കുമോ? അവളോട് ചോദിക്ക, നീ മരിക്കാതെ നീ ജീവിക്കണമെന്ന് കൽപ്പിച്ചതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ജീവനുള്ള ദൈവത്തെ നീ അറിയണം. യേശുവിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടിയാ നീ മരിക്കാതെ കർത്താവ് വിശ്വസിച്ചത്. അതുകൊണ്ട് ഒന്നാമത് നാം തിരിച്ചറിയേണ്ടത്, എനിക്ക് മരണം എന്നെ പിടിക്കാതെ കർത്താവിനെ ജീവനോടെ നിർത്തിയതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം, ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ യേശുവിനെ വിശ്വസിക്കണം. യേശുവിനെ അറിയേണ്ടതുപോലെ ഞാൻ അറിയണം. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ മഹത്വം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 26-ാമത് വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 26-ാം വാക്യം. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. സ്തോത്രം. ശീമോൻ
നമുക്ക് എല്ലാവർക്കും അറിയാം. വാർദ്ധക്യം ചെന്ന ഒരു മനുഷ്യൻ, ഒരു ഭക്തനാണ്. സ്തോത്രം. അവൻ എല്ലാ ആരാധനയ്ക്കും പോകും, വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കും. പക്ഷേ അവന് ജീവിതത്തിൽ ദൈവം ശീമോനെ വിടുന്നില്ലെന്ന. ശീമോൻ പലപ്പോഴും പറഞ്ഞു, കർത്താവ് ഇനി എന്തിനെ ശേഷിപ്പിക്കുന്നത്, കർത്താവിനെ കരങ്ങളിൽ വേണ്ടി ദൈവത്തെ സ്തുതിച്ചിട്ട് ശീമോൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ നാദാ തിരുവചനം പോലെ അതിനെ സമാധാനത്തോടെ ഇനി എന്നെ വിട്. ആ വചനത്തിൽ ശീമോനെ ദൈവം വിട്ടു. എങ്ങനെയാ പോയത്? സമാധാനത്തോടെ. ഹല്ലേലൂയ. ജീവിക്കണമെന്ന് കർത്താവ് പറയുന്നു. ആമേൻ. എന്തിനു വേണ്ടി ജീവിക്കണം? നന്മ പ്രാപിക്കാൻ വേണ്ടി ജീവിക്കണം. ആമേൻ. ആ നന്മ പ്രാപിക്കാൻ നിനക്ക് ദീർഘായുസ്സ് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയുസ്സിനെ ദീർഘമാക്കുമ്പോൾ ദൈവത്തോട് പെറുപെറുക്കരുത്. എന്തിനാ കർത്താവേ, എന്തിനാ കർത്താവേ, എന്തിനാ കർത്താവേ ഈ പ്രയാസത്തിൽ എന്നെ നിർത്തുന്നെന്ന് ദൈവത്തോട് പെറുപെറുക്കരുത്. ഇന്ന് പകൽക്കാലം അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. നിന്നെ പകയ്ക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിന് മേശയൊരുക്കാനുണ്ട്. എൻ്റെ ദൈവം തമ്പുരാൻ നിന്നെ സമാധാനത്തോടെ വിട്ടയക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവനെ, നിന്റെ പ്രാണനെ ദൈവത്തിന് ഭണ്ഡാരത്തിൽ കർത്താവ് കെട്ടപ്പെട്ടിരിക്കുക. മരിക്കാൻ കൊതിച്ചിട്ടും മരിക്കാത്തവർ. ഹല്ലേലൂയ. മരിക്കാൻ കൊതിച്ചിട്ടും മരിക്കാത്ത ശീമോൻ. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ഇനി എൻ്റെ എല്ലാം കഴിഞ്ഞല്ലോ, പിള്ളേരെ കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. അത് ഒരിക്കലും തീർന്നിട്ടില്ല. ഇതൊക്കെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഉരുവാക്കിയ അപ്പൻ ഇനിയും നിന്നിലൂടെ ചിലത് ചെയ്തെടുക്കാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു പകലും അമേ മരണത്തിൻ്റെ ശക്തിയുടെ മേൽ ഈ വചനം ഞാൻ അയക്കുക ആത്മാവിൽ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ജനം അമേ ജീവിച്ചിരിക്കണം. ഹല്ലേലൂയ. അവർ നന്മ പ്രാപിക്കുന്നത് വരെ ദീർഘായുസ്സന്റെ ദൈവം നൽകും. ഈ വചനം ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം വെച്ച് ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്നു, എന്തിനാ നീ ജീവിക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ. യെശയ്യാവ് 49-ന്റെ 8ഉം 9ഉം വാക്യം. പ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിനെന്ന് പറവാനും ഞാൻ നിന്നെ കാത്തു. നീ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു കേട്ടോ. നീ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ കാത്തു. വലിയ കൊടുങ്കാറ്റ് വന്ന നിന്നെ പിഴുതു മറിച്ചുകൊണ്ട് പോകാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എൻ്റെ ദൈവം നിന്നെ കാത്തു. അമേ. എന്തിനാ കാത്തെന്നറിയാവോ? അമേൻ. സ്വത്രം. ദേശത്ത് എനിക്ക് നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. ദൈവമക്കളെ, ഇന്നത്തെ ഉയർച്ച കണ്ടൊന്നും തൃപ്തിപ്പെടരുത്. ദേശത്ത് നിന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് നീ ഉയർന്നു നിൽക്കുന്ന നിന്റെ കാലിലാണ് നിൽക്കുന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിന് തൻ്റെ കരത്തിൽ നിന്നെ പൊക്കാൻ, നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. ദൈവസഭയോട് കർത്താവ് സംസാരിക്കുന്നു, ഈ പട്ടണത്തിൽ എൻ്റെ സഭയെ എനിക്ക് ഉയർത്താൻ എൻ്റെ പദ്ധതിയുണ്ട്. അതിനു വേണ്ടി ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ദേശത്ത് എനിക്ക് നിന്നെ മാനിക്കാൻ പദ്ധതിയുണ്ട്.
നിന്റെ ഉയർച്ച ഇതല്ല കേട്ടോ, നിന്റെ ഉയർച്ച ഇതല്ല, നിന്റെ ഉയർച്ച ഇതല്ല. നീ മാനിക്കപ്പെടുന്നത് ഇങ്ങനെയല്ല. എന്റെ ദൈവത്തിന് ഇനിയും പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ശത്രു നിന്നെ ഒത്തിരി താഴ്ത്തിയതല്ലേ, ശത്രു നിന്നെ ഒത്തിരി പിടിച്ച് ഒതുക്കിയതല്ലേ. ആ ദേശത്ത് എനിക്ക് നിന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇത് മതിയെന്ന് നീ പറയരുത്, ഇത് മതിയെന്ന് നീ പറയരുത്. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന് നടുവിൽ ഇത് മതി കർത്താവേ എന്ന് പറയരുത്. ആമേ. ദൈവം തമ്പുരാൻ നിന്നെ ജീവനോടെ ദീർഘായുസ്സ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നതിന്റെ പുറകിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദേശത്ത് ദൈവത്തിനെ ഉയർത്തണം. അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ നീ കൈവശമാക്കണം. എല്ലാ അവകാശവും നിനക്ക് കിട്ടിയില്ല, അവകാശം ഇനിയുണ്ട്. അവകാശം ശൂന്യമായി കിടക്കുക. ആ ശൂന്യമായി കിടക്കുന്ന അവകാശത്തിന് നേരെ നീ ആത്മാവിൽ പോരാടി അതിനെ നീ അവകാശമാക്കണം. അതിന് ദൈവം തമ്പുരാൻ നിനക്ക് ദീർഘായുസ്സ് തരും, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. യോശുവ പറയുകയാ, ഹല്ലേലൂയ, അത് കാടാണെങ്കിലും അവകാശം നിങ്ങളുടേതാണെങ്കിൽ അത് നിങ്ങൾ വെട്ടിയെടുക്കണം. അവിടെ ഇരുമ്പു രഥങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ സൈന്യമുണ്ടെങ്കിലും അവകാശം നീ കരസ്ഥമാക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പലക്കാലം പിടിച്ചെടുക്ക്, ആ ദൂത് ഇന്ന് പലക്കാലം പിടിച്ചെടുക്ക്. നിന്റെ അവകാശം നിനക്കുള്ളതാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ വിശ്വാസം വേണം കേട്ടോ, ഈ വിശ്വാസം വേണം. ചാരത്തിനകത്ത് നിന്ന് എനിക്ക് ദൈവം മകനെ തരുമെന്ന്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസമായിരുന്നു. ഈ യാഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുമ്പോ ഞാൻ ആ ചാരം കോരിയെടുക്കും, ആ കോരിയെടുക്കുന്നത് എൻ്റെ മകനായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് നിന്റെ അവകാശം നീ കരസ്ഥമാക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അടുത്തത് ബദ്ധന്മാരോട് പറയണം, ഇറങ്ങി പോകാൻ പറയണം. ബദ്ധന്മാരെ ഇറക്കി വിടണം. കെട്ടപ്പെട്ടവരെന്ത് ചെയ്യണം? ഇറക്കി വിടണം. പ്രൈസ് ദി ലോർഡ്. കെട്ടപ്പെട്ട മേഖലകളെ അതിനെ ഇറക്കി വിടണം. ഈ കെട്ട് കണ്ട് നിന്റെ കണ്ണടയത്തില്ല, ഈ കെട്ട് കണ്ട് ഈ ബന്ധനം കണ്ട് നിന്റെ കണ്ണടയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ബദ്ധന്മാരോട് ഇറങ്ങിപ്പോകുവീൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിച്ചത്തിലേക്ക് വരാൻ പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വെളിച്ചത്തിൽ വന്ന് അതുകൊണ്ട് ആമേൻ പറയരുത്, അതുകൊണ്ട് സന്തോഷിക്കരുത്. അന്ധകാരത്തിൽ കിടക്കുന്ന നിന്റെ നിന്റെ സഹോദര കുടുംബങ്ങളോട്, നിന്റെ തലമുറകളോട്, നിന്റെ ദേശത്തോട് പറയണം, വെളിച്ചത്തിലേക്ക് വരാൻ പറയണം. സുവിശേഷം പറയാനാ കേട്ടോ ആയുസ് കർത്താവ് തരുന്നത്. പറഞ്ഞോണം, സുവിശേഷം പറയാനാ. അന്ധകാരത്തിൽ ഒരു മെഴുകുതിരിയായി നീ നിൽക്കണം, അന്ധകാരത്തിൽ ഒരു വെളിച്ചമായി നീ നിൽക്കണം, അന്ധകാരത്തിൽ നീ ഒരു തീപ്പന്തമായി നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ. അതിനു വേണ്ടി ഞാൻ നിന്നെ എന്ത് ചെയ്തു? നിന്നെ ഞാൻ കാത്തു. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ കാത്തത്, അല്ലെങ്കിൽ അന്ന് നീ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 2 ശമൂവേൽ 21 അധ്യായം അതിൻ്റെ 15, 16,
17 വാക്യങ്ങൾ. 2 ശമൂവേൽ 21:15-17 വാക്യത്തില് ദാവീദിനോട് പറയുന്നൊരു വാക്കുണ്ട്. നീ ഇന്ന് യുദ്ധത്തിന് വരണ്ട. നീ യുദ്ധത്തിലെങ്ങാനും നീ കൊല്ലപ്പെട്ടാൽ ഞങ്ങളുടെ ദീപം കെട്ടുപോകും. ഞങ്ങളുടെ ദീപം കെട്ടുപോകാതിരിപ്പാൻ നീ ഇന്ന് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത്. ദാവീദ് തളർന്നുപോയ സമയത്ത് തന്നെ സഹായിപ്പാൻ കടന്നു വന്ന ഒരു വ്യക്തി പറഞ്ഞ ഒരു വാക്കാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളുടെ ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങൾ എത്ര മൂത്താലും എത്ര ക്ഷീണിതനും രോഗിയായാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു വിളക്കാകട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചോട്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും? ആത്മീക അനുഭവം എങ്ങനെയായിരിക്കും? ഉപവാസം എങ്ങനെയായിരിക്കും? കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് ചെലവിടുന്നതൊക്കെ എങ്ങനെയായിരിക്കും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്നും ആ വിളക്ക് കെടാതെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിന്റെ വിളക്ക് കെടാതെ സൂക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് സ്തോത്രം, ഓരോ ദൈവത്തിൻ്റെ പൈതലും ദൈവസഭയുടെയും ദേശത്തിൻ്റെയും കെടാവിളക്കാണ്. കെടാവിളക്കാണ്. ഇത് കെട്ടുപോകാൻ എത്രയോ പ്രാവശ്യം പലവിധമായ പ്രതിസന്ധികൾ വന്നില്ലേ? അവിടെയെല്ലാം കർത്താവ് പറയുക, കെടാതെ ഞാൻ എന്ത് ചെയ്തു? നിന്നെ ഞാൻ കാത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗം ഒന്ന് വരാം. ഒത്തിരി കാര്യം പറയാനുണ്ട്, സമയങ്ങൾ പോകുന്നല്ലോ. സ്തോത്രം. 34 സങ്കീർത്തനം. ഹല്ലേലൂയ. അതിന്റെ 12 വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അപ്പം നിനക്ക് ജീവൻ തരുന്നത് നിനക്ക് നന്മ നീ കാണണം. സ്തോത്രം. അതിനാണ് ദീർഘായുസ് കേട്ടോ. അതുകൊണ്ട് മടുത്തു മതിയെന്ന് ആരും പറയരുത്. നന്മ കാണേണ്ടതിനാണ് ദീർഘായുസ്. നിന്നെ കർത്താവ് ജീവിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. സ്തോത്രം. നിന്റെ വീടിൻ്റെ സ്ഥിതി മാറുന്നത് നിനക്ക് കാണണ്ടേ? ദൈവമക്കളെ, നമ്മളെ അത് കർത്താവ് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. സഭയുടെ സ്ഥിതി മാറുന്നത് ദൈവം പ്രാർത്ഥിച്ചവരെ കാണിക്കും. നീ വിതച്ചത്, കണ്ണുനീരോടെ വിതച്ചത്, ആർപ്പോടെ കൊയ്ത് കെട്ടി നിന്റെ തലയിൽ വെച്ച് നൃത്തച്ചുവടുകളോടെ നിന്നെ നടപ്പിക്കും എൻ്റെ ദൈവം തമ്പുരാൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ച ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ അലട്ടുന്ന ഏത് രോഗമാണോ, ഏത് മാനസിക സംഘർഷമാണോ, ഏത് സാത്താന്യ ശക്തിയാണോ, അവിടെ എൻ്റെ കർത്താവ് പറയുക, നീ ജീവിച്ചിരിക്കണം. ആമേ. നിനക്കൊരു നന്മ കാണാനുണ്ട്, നിനക്കൊരു അനുഗ്രഹം വെളിപ്പെടാനുണ്ട്. എൻ്റെ ഒരു പ്രവൃത്തി നിന്നിലൂടെ ഈ തലമുറയിൽ എനിക്ക് ചെയ്തെടുക്കാനുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ഇനിയും നിന്നെ കൊണ്ട് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ദീർഘായുസ്സ് നൽകുന്നത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ പിടിച്ച രോഗം പിടിച്ച പലരും ഇന്ന് ഭൂമിയിൽ ഇല്ല ദൈവമകളെ. അവർ മാറ്റപ്പെട്ടു പോയി. നീ കടന്നുപോയ പ്രതിസന്ധിയുടെ പോയവർ ഇന്ന് ഭൂമുഖത്തില്ല. എന്നാൽ എന്നെ എന്റെ കർത്താവ് നിർത്തിയിരിക്കുന്നത് അമേ എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇന്ന് വിശ്വാസമായി നമ്മുടെ ഹൃദയത്തിൽ പരിണമിക്കട്ടെ. അത് നമുക്ക്